ഹലോ, കുറച്ചായിട്ട് എൻ്റെ വീഡിയോസ് മിസ്സിംഗ് ആണല്ലേ. അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ഈ പരിപാടി നിർത്തിയെന്ന്. ഒരിക്കലുമില്ല. വീട്ടിൽ പുതിയൊരു അതിഥി വന്നപ്പോഴേ കുറച്ച് ബിസി ആയിപ്പോയി. അതിഥി എന്ന് പറഞ്ഞപ്പോഴാ ആ അതിഥിയുടെ വരവന്നായാലോ. ശ്രീനെ അഡ്മിറ്റ് ആക്കി എന്ന് പറഞ്ഞിട്ട് അമ്മ വിളിച്ചായിരുന്നു. അപ്പം പെട്ടെന്ന് ചെല്ലണം പറഞ്ഞു പോവാണ്. അങ്ങനെ ടപ്പയെന്ന് മാറ്റി ഒരുങ്ങി വീട്ടിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എവിടെ പോവുകയാണെങ്കിലും ഉണ്ണിയേട്ടൻ്റെ എമ്മിയുടെയും വക ഒരു പൊറാട്ട് നാടകം ഉണ്ടായിരിക്കും. അതും കഴിഞ്ഞ് രണ്ടെണ്ണത്തിനെയും കുത്തിപ്പോക്കി ഞങ്ങൾ ഇതേ റെയിൽവേ സ്റ്റേഷനിലെത്തി. എന്തെങ്കിലും കേട്ടാൽ പെട്ടെന്ന് വീട്ടിലേക്ക് എത്തിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോഴാണ് ഈ ലോങ് ഡിസ്റ്റൻസിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കാറ്. അങ്ങനെ അതേ ട്രെയിനൊക്കെ വന്നു. ഞങ്ങൾ ട്രെയിനൊക്കെ കയറി. അവരുടെ രണ്ടാളുടെ എൻ്റർടൈൻമെൻറ്റും കഴിഞ്ഞു. അങ്ങനെ കുറ്റിപ്പുറം ഇറങ്ങി. അപ്പോഴേക്കും 10 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇനി ഈ നേരത്തെ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് വരണ്ട, മോർണിംഗിൽ വന്നാൽ മതിയെന്ന്. ഒരാളിവിടെ പെയിന് വരാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതേ ഈ ചിരി ഇപ്പം മായും കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ വേറൊരു ചിരി കാണാം. അങ്ങനെ അവരുടെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞു. അങ്ങനെ അവൾക്ക് ചെറുതായിട്ട് പെയിനൊക്കെ വന്നു തുടങ്ങിയായിരുന്നു. ഇതേ എക്സ്പ്രഷൻ കണ്ടില്ലേ, പാവം. അങ്ങനെ ഏർലി മോർണിംഗ് ഒരു 3 മണിക്കൊക്കെ ആയിട്ട് അവളെ ലേബർ റൂമിൽ കയറ്റിയായിരുന്നു. അങ്ങനെ ഫുൾ എക്സൈറ്റ്മെൻറ്റോടുകൂടി നമ്മുടെ ആളെത്തി. നിഹ ബേബി ഗേളായിരുന്നു. ഇപ്പം നമ്മുടെ വീട്ടിൽ 2 ബേബി ഗേൾസ് ഉണ്ട് കേട്ടോ. ഡെലിവറി സമയത്ത് ഞങ്ങൾ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നായിരുന്നു. ഏമിക്കുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഞാനും അച്ഛനും ഉണ്ണിയേട്ടനും ഏമിയും കൂടെ ഹോസ്പിറ്റലിലെത്തി. ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെയാണ് നമ്മൾ പോയത്. കാരണം പുതിയൊരാൾ വരിക എന്ന് പറയുമ്പോൾ എപ്പോഴും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. അറ്റ് ദ സെയിം ടൈം വെരി ഹാപ്പി. അങ്ങനെ അവരെന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തായിരുന്നു. അങ്ങനെ ഒന്നുകൂടെയൊക്കെ ബേബീനെ കണ്ടു. ഉണ്ണിയേട്ടന് ഓഫീസ് ലീവില്ലാത്ത കാരണം ഉണ്ണിയേട്ടന് തിരിച്ചു പോകണമായിരുന്നു. അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.